നായകനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന വില്ലന്മാരാണ് സമീപകാല മലയാള സിനിമകളുടെ ഹൈലൈറ്റ്. ആദ്യ കാഴ്ചയിൽ മാന്യനും സൽഗുണ സമ്പന്നനുമായി തോന്നുന്ന ഈ വില്ലന്മാർ ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തോടടുക്കുമ്പോഴേക്കും വിഷം ചീറ്റുന്ന പാമ്പുകളായി മാറും. അടുത്തറിഞ്ഞാലേ അടുപ്പിക്കാൻ കൊള്ളാവുന്ന ആളാണോ എന്നറിയാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് തുടരും സിനിമയിലെ ജോർജ് സാറും നരിവേട്ടയിലെ രഘുറാം കേശവദാസ് IPSഉം. വില്ലനെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കനത്ത മുഖം അല്ലെങ്കിൽ സിക്സ് പാക്കും ഫൈറ്റും നിർബന്ധമായിരുന്നു പണ്ട് സിനിമകളിൽ. എന്നാൽ പോകെ പോകെ അടി കൊള്ളാനും കൊടുക്കാനും മാത്രമല്ലാതെ ഒറ്റ നോട്ടത്തിൽ നന്മമരമായി തോന്നിപ്പിച്ച് പിന്നീട് കൂടെ നിന്ന് തഞ്ചത്തിൽ കാലുവാരുന്ന തരം വില്ലന്മാരിലേക്ക് മലയാള സിനിമ മാറി. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ അത്തരത്തിൽ ഒട്ടേറെ വില്ലൻ വേഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ കൂട്ടത്തിലേക്കുള്ള പുതിയ എൻട്രിയാണ് ജോർജ് സാറും രഘുറാം സാറും. മാത്രമല്ല, തുടരുമിലായാലും നരിവേട്ടയിലായാലും ഈ വില്ലൻ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിലും അവരുടെ കഥാപാത്ര സൃഷ്ടിയിലുമെല്ലാം ചില സാമ്യങ്ങൾ തോന്നുകയും ചെയ്യും. രണ്ടു കഥാപാത്രങ്ങളും ഉയർന്ന റാങ്കിലുള്ള പോലീസുകാരാണ്. സിനിമയുടെ തുടക്കത്തിൽ പോലീസ് സേനയിലെ നീതിബോധവും സാധാരണക്കാരോട് നല്ല രീതിയിൽ ഇടപെടാനുള്ള മനസ്സുമുള്ള വ്യക്തികളാണ് ഇരുവരുമെന്ന് തോന്നും. എന്നാൽ പിന്നീടാണ് ഓരോരോ അടരുകളായി ഇവർക്കുള്ളിലുള്ള വിഷം പുറത്തു വരുന്നത്. തുടരും സിനിമയിൽ ജോർജും ഷൺമുഖനും തമ്മിൽ ഗംഭീര ഫൈറ്റ് ഉണ്ടെങ്കിൽ നരിവേട്ടയിൽ അതില്ല. കൂടെ നിന്ന് വഴി കാണിച്ച് വർഗീസ് പീറ്റർ എന്ന കോൺസ്റ്റബിളിനെ കുഴിയിൽ കൊണ്ടിടുകയാണ് രഘുറാം. തുടരും എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളോടും കൂടി എത്തുമ്പോൾ നരിവേട്ട യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ ജോണറിനോട് നീതി പുലർത്തുന്ന സീനുകളാണ് വില്ലൻ വേഷങ്ങൾക്ക് നൽകിയിട്ടുമുള്ളത്. എവിടെയും ഒരു പാളിച്ചയും തോന്നാതെയാണ് സംവിധായകൻ കൂടിയായ ചേരൻ രഘുറാം കേശവദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആക്രോശങ്ങളില്ലാതെ എന്നാൽ ഉള്ളിൽ ഭയം ഉണ്ടാക്കും വിധമാണ് അദ്ദേഹം പല ഡയലോഗുകളും അവതരിപ്പിക്കുന്നത്. ഈ കഥാപാത്രത്തിലൂടെ പോലീസ് സംവിധാനത്തിന്റെ ഉള്ളറകളും അവിടെ നടക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടുകളുമെല്ലാം മറ നീക്കി പുറത്തു വരുന്നുമുണ്ട്. നിരവധി തമിഴ് സിനിമകളുടെ സംവിധാനത്തിലൂടെയും നിർമ്മാതാവായും നടനായും ഗാനരചയിതാവുമായും പേരുകേട്ട ചേരന്റെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു നരിവേട്ട. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി കഥ പറഞ്ഞ ഓട്ടോഗ്രാഫിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. വെട്രിക്കൊടികാട്ട്, ഓട്ടോഗ്രാഫ്, തവമായി തവമിരുന്ന് എന്നീ ചിത്രങ്ങളിലൂടെ 4 തവണ ദേശീയ ചലച്ചിത്ര അവാർഡും ചേരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അഭിനയത്തിൽ ആദ്യമല്ലെങ്കിലും മലയാളികൾക്ക് അദ്ദേഹം നൽകിയ മികച്ച കഥാപാത്രമാണ് നരിവേട്ടയിലെ രഘുറാം കേശവദാസ് എന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിലെ ടൊവിനോ തോമസിന്റെയും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയ സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, പ്രണവ് തുടങ്ങിയ അഭിനേതാക്കളുടെയും പ്രകടനങ്ങൾ വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിലും ചേരന്റെ രഘുറാം സാറിന് പ്രേക്ഷക മനസ്സിൽ പ്രത്യേക ഇടം തന്നെ നേടാനായിട്ടുണ്ട്.